നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെ വെച്ചെന്തു തുടങ്ങിയാലും അതിന്റെ ഗതി ദീർഘശ്വാസം വലിക്കലാണ്. അങ്ങനെ പെട്ടിയിൽ കിടന്ന് ചക്രശ്വാസം വലിച്ച് പിണറായി കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ കെ ഫോൺ കമ്മീഷൻ വകയിൽ മുഖ്യന്റെ കീശ വീർത്തു. പക്ഷേ കെ ഫോൺ മലയാളികളുടെ കീശ കീറും. കിഫ്ബിയിൽ നിന്ന് 1059 കോടി രൂപ വായ്പയെടുത്തു തുടങ്ങിയ കെ ഫോൺ ഒക്ടോബർ മുതൽ കിഫ്ബിയിലേക്ക് 100 കോടി രൂപ വീതം തിരിച്ചടയ്ക്കണം. തുടർച്ചയായി 13 വർഷവും ഇത്രയും തുക തിരിച്ചടയ്ക്കണം. എന്നാൽ അവിടെ വരുമാനമൊന്നുമില്ല. ഇതോടെ പ്രതിസന്ധി കൂടുകയാണ്. സർക്കാരിന്റെ കടമെടുക്കൽ ഏജൻസിയാണ് കിഫ്ബി. അവർ പല സ്ഥലത്തു നിന്നെടുത്ത പണമാണ് കെ ഫോൺ അടക്കമുള്ള പദ്ധതികൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ കെ ഫോണിൽ നിന്നും പണം കിട്ടിയില്ലെങ്കിൽ കിഫ്ബി വലിയ പ്രതിസന്ധിയിലാകും. ആ ബാധ്യതയും മലയാളിയുടെ തലയിൽ തന്നെ വരും. തിരിച്ചടവ് 2025 ഏപ്രിൽ മുതൽ ആക്കണമെന്ന് കെ ഫോൺ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇത് അംഗീകരിക്കാനാണ് സാധ്യത. എങ്കിലും അടുത്ത വർഷം മുതൽ പണം അടയ്ക്കണം. ഇതിന് കെ ഫോണിന് കഴിയുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇത് അസാധ്യവുമാണ്. കെ ഫോൺ തുടക്കത്തിൽ ലക്ഷ്യമിട്ടതുപോലെ അല്ല നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ കെ ഫോൺ കണക്ഷന് ആവശ്യക്കാർ ഏറാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. ഇത് പ്രതിസന്ധി കൂട്ടും. കെ ഫോണിനായി 37,000 കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിക്കലായിരുന്നു ലക്ഷ്യം. ഇതുവരെ വൈദ്യുത പോസ്റ്റുകളിലൂടെ 25,000 കിലോമീറ്റർ കേബിൾ വലിച്ചിട്ടുണ്ട്. KSEBയുടെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 1 ലക്ഷത്തോളം സർക്കാർ ഓഫീസുകളുണ്ട്. എന്നാൽ ഇതിൽ 30,438 ഓഫീസുകൾ മാത്രമാണ് കെ ഫോൺ ഇന്റർനെറ്റിനായി അപേക്ഷിച്ചിട്ടുള്ളത്. അതിൽ 20,000 ഓഫീസുകൾക്ക് കണക്ഷൻ നൽകി. സർക്കാർ ഓഫീസുകളിൽ നിന്ന് പ്രതിമാസം 2,000 രൂപ വീതം ശരാശരി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അതുകൊണ്ട് പക്ഷേ അടുത്ത വർഷവും കടം തിരിച്ചടയ്ക്കാനുള്ള 100 കോടി പ്രതിമാസം കിട്ടില്ല. 1 ലക്ഷം ഓഫീസിൽ നിന്നും 2,000 രൂപ വീതം കിട്ടിയാലും 20 കോടിയെ പ്രതിമാസം വരുമാനം കിട്ടൂ. അതുകൊണ്ട് തന്നെ 100 കോടിയുടെ കടം അടയ്ക്കുക കെ ഫോണിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കടമെടുത്താണ് മുന്നോട്ട് പോകുന്നത്. ഈ സാമ്പത്തിക വർഷം കേരളം ആദ്യമായി 3,000 കോടി രൂപ കടമെടുക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കടപത്രങ്ങൾ ഉടൻ പുറത്തിറക്കും. ഈ സാമ്പത്തിക വർഷം 37,512 കോടിയാണ് സംസ്ഥാനത്തിന്റെ കടപരിധിയായി കേന്ദ്രം നിശ്ചയിച്ചത്. പരിധി നിർണയത്തിന് ശേഷമാണ് ആദ്യത്തെ 9 മാസത്തെ കടമെടുക്കാൻ അനുവാദം നൽകുന്നത്. ഇതിന് ചില നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. അങ്ങനെ എന്തിനും കടമെടുക്കുന്ന കേരള സർക്കാരിന്റെ കെ ഫോണിന്റെ 100 കോടിയും ബാധ്യതയാകും. നിലവിൽ 30,000 ഇന്റർനെറ്റ് കണക്ഷൻ മാത്രമാണ് കെ ഫോണിന് നൽകാനായത്. ഇതിൽ 5,000 എണ്ണം BPL കണക്ഷനാണ്. ബാക്കി 20,000 സർക്കാർ ഓഫീസുകളിലും 5,000 വാണിജ്യ കേന്ദ്രങ്ങളിലുമാണ്. പ്രതിമാസം ശരാശരി 600 രൂപ വീതം ലഭിക്കുന്ന 1.5 ലക്ഷം കണക്ഷനുകളെങ്കിലും ഉണ്ടെങ്കിലേ തിരിച്ചടവിനുള്ള 100 കോടി രൂപ ലഭിക്കൂ. അതിനുള്ള സംവിധാനമൊന്നും ആയിട്ടുമില്ല. അടുത്ത കാലത്തൊന്നും കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ 100 കോടിയുടെ വായ്പ തിരിച്ചടയ്ക്കണമെങ്കിൽ വീണ്ടും കെ ഫോൺ കടമെടുക്കേണ്ട അവസ്ഥയിലാണ്. സംസ്ഥാനത്ത് അതിവേഗ ഇന്റർനെറ്റ് സേവനത്തിനായി ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിക്കാനുള്ള സംരംഭമാണ് കെ ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ്. കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെയും KSEBയുടെയും സംയുക്ത സംരംഭമാണിത്. ഇരു കൂട്ടർക്കും 49% ഓഹരി, 2% സംസ്ഥാന സർക്കാരിനും. എല്ലാ അർത്ഥത്തിലും പൊതുമേഖലാ പ്രസ്ഥാനമാണ് കെ ഫോൺ. സംയുക്ത സംരംഭത്തിന്റെ ആകെ മുതൽ മുടക്ക് 1,514 കോടി രൂപയായിരുന്നു. ഇതിന്റെ 70%മായ 1,059 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്നും വായ്പയായി ലഭിച്ചത്. വ്യവസ്ഥ പ്രകാരം 2024 ഒക്ടോബർ മുതൽ 13 വർഷത്തേക്ക് പ്രതിവർഷം 100 കോടി രൂപ വീതം കിഫ്ബിക്ക് തിരിച്ചടയ്ക്കണം. ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ വരുമാനം അടുത്തൊന്നും കെ ഫോൺ ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നതാണ് വസ്തുത.